ആ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സിലേക്ക് പോവാം. അതിനുവേണ്ടി ഇവിടെ പ്രാർത്ഥിച്ച് മന്ത്രങ്ങൾ തരുന്നുണ്ട്. ഒക്കെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നിങ്ങളും പ്രാർത്ഥിച്ച് മാത്രം ഇത് കേൾക്കുക. പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആവാം, നിങ്ങളുടെ പങ്കാളിയുടെ ആവാം. പ്രാർത്ഥനയോടുകൂടി മാത്രം ഇത് കേൾക്കുക. ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യുക. ഇനി പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക. ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ്, ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. നിങ്ങളതിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പോയിൻ്റ് കിട്ടും. അത് മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായിക്കും. അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്യാം കേട്ടോ. എൻ്റെ ചാനൽ കുറച്ച് ആൾക്കാരിൽ എത്താനും സബ് കൂടാനൊക്കെയാണ്. അപ്പം ഇനി നമുക്ക് ഇന്നത്തെ ടാരോ ദേവിയുടെ മെസ്സേജ്, നിങ്ങളുടെ പങ്കാളി എന്താണ് ചിന്തിക്കുന്നത്, എന്ത് ആക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് എന്ന് നോക്കാം. 5 വാണ്ടാണ് ആദ്യത്തെ കാർഡ്. പഞ്ചതന്മാത്ര സഹായകൻ, കാമദേവൻ, കുറച്ച് കള്ളത്തരം പറയുന്ന 7 സൂട്ട്സ്. ഇനി 4 വാണ്ട്, അതും കുറച്ച് ഡ്രാമ കളിക്കുന്ന 4 വാണ്ടാണ്. ഹെരഫൻ്റ്, ഇരട്ട മുഖമാണ് നിങ്ങളുടെ പങ്കാളിക്ക്. ഡെത്ത്, എൻഡാവാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ എൻഡായി. 2 കപ്പ്, ചൈൽഡിഷ് ബിഹേവിയർ. ടവർ, എല്ലാം എരിഞ്ഞടങ്ങി അല്ലേ, സ്വപ്നങ്ങളൊക്കെ തകർന്ന താഴത്ത് വീണു. എന്നാൽ അത് വീണ്ടും തളിരിടുന്നു. ഏസ് ഓഫ് വാണ്ട്. നൈറ്റ് കപ്പ്, 1 വേ ലവ്. 7 പെൻഡകൾ, കുറച്ച് കടമുണ്ട്. സ്ട്രെങ്ത്, മെരുങ്ങുന്ന സ്വഭാവമല്ല പങ്കാളിയുടെ. അശ്വതി, ഭരണി, കാർത്തിക, ചിത്തിര, ചോതി, വിശാഖം, അവിട്ടം, ചതയം, പൂരൂരുട്ടാതി. ഇതൊക്കെയാണ് ബ്ലെസ്സിങ് സ്റ്റാറായിട്ട് വന്നിരിക്കുന്നത്. 5 വന്നിട്ടുണ്ട്, 7 2 തവണ വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 16 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 6 1 തവണ വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. പലാശപുഷ്പ സങ്കാശം, താരകാഗ്രഹ മസ്തകം, രൗദ്രം രൗദ്രാത്മകം ഘോരം, തം ശിഖിം പ്രണമാമ്യഹം. ഇവിടെ നിങ്ങൾക്ക് വിപരീതമായി നിൽക്കുന്ന ആളെയാണ് നമ്മൾ വന്ദിച്ചത്. നിങ്ങളുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് ജോലി ഇല്ലാതാക്കുന്ന, നിങ്ങൾക്ക് മനസ്സിൽ വിഷം നിറയ്ക്കുന്ന, സംശയം കൊണ്ട് അകലുന്ന ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം മാറിയിട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ കാർഡായ 5 വാണ്ടിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ കാർഡ് 5 വാണ്ടാണ്. 5 എന്ന നമ്പർ ഭൂമിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. പഞ്ചതന്മാത്ര സഹായക, 5 സഹായകം ഉള്ള ആളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് കാമദേവൻ. 5 ഇന്ദ്രിയങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. നമുക്ക് പല ഫീലിങ്സ് ഉണ്ടാവും അല്ലേ, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. 5 തരം ഇഷ്ടങ്ങളെയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ കലഹത്തിനെ കൂടി ഇവിടെ പറയുന്നുണ്ട്. 5 തരം ഇഷ്ടമുണ്ട്. കാമദേവനാണ് ഇവിടെ വന്നിരിക്കുന്നത്, പഞ്ചസായകൻ. പക്ഷേ കാമദേവൻ തന്നെ 5 തരം ഫീലിങ്സ് ഉണ്ടാക്കും അല്ലേ. ദേഷ്യത്തിൻ്റെ ഉണ്ടാവും, പ്രണയത്തിൻ്റെ ഉണ്ടാവും. ഇനി കാമത്തിൻ്റെ ഉണ്ട്, കാമത്തിൻ്റെ തീയുണ്ട് അല്ലേ. ഇനി മറ്റൊന്ന് ആത്മാവിൻ്റെ തീയാണ്. അപ്പോൾ എല്ലാ തരം ഇഷ്ടങ്ങളുള്ള ആൾ തന്നെയാണ് നിങ്ങളുടെ പങ്കാളി. എന്നാൽ ഇവിടെ പറയുന്ന കലഹത്തിനെ കുറിച്ചാണ്. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ഉണ്ടായി. അതിന് കാരണം മറ്റൊരാളുണ്ട് എന്ന തോന്നലായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾ ശരിക്കും ഉണ്ടാവുകയായിരിക്കാം, വേറൊരു ഓപ്ഷൻ ഉണ്ടാവുകയായിരിക്കാം. ഇത് സിംഗിൾസിൻ്റെ കാര്യമാണ്. ദമ്പതികളാണെങ്കിൽ ഇതുപോലുള്ള ആരോപണമൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ പങ്കാളി, ഭർത്താവായാലും ഭാര്യയായാലും അമിതമായിട്ട് ആരോടെങ്കിലും ഒന്ന് നോക്കിയാൽ, ഒന്ന് സംസാരിച്ചാൽ അവിടെ കലഹമാണ്. ഇവിടെ പ്രണയത്തിന് മാത്രമാണ് കലഹം ഉണ്ടാക്കാൻ കഴിയൂ. അതാണൊരു പ്രത്യേകത. പ്രണയമുള്ളവർ തമ്മിലേ കലഹം ഉണ്ടാവും. അല്ലാതെ വല്ലവരെയും നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും തോന്നുമോ? ഇല്ലല്ലോ. നമ്മുടെ മാത്രമാണ്. അതാണ് ആ ചിന്ത. ആ ചിന്ത വരുമ്പോഴാണ് കലഹം ഉണ്ടാവുന്നത്. അവർക്ക് നിങ്ങളെയും നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടുമ്പോഴാണ് ഈ കലഹം ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കുക. എൻ്റെ പങ്കാളിയെ ആരെങ്കിലും കൊണ്ടുപോകുമോ, എൻ്റെ പങ്കാളി ആരെങ്കിലും നോക്കുവോ, എൻ്റെ പങ്കാളിയെ മറ്റാരെങ്കിലും സ്നേഹിക്കുവോ, ഇങ്ങനെ സ്വാർത്ഥമായി ചിന്തിക്കുമ്പോഴാണ് അവിടെ കലഹം ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് മറ്റൊരാളുണ്ടോ എന്നുള്ള സംശയമാണ് 5 എന്ന നമ്പർ കാണിക്കുന്നത്. ഇനി കള്ളത്തരം പറയുന്ന ആളും കള്ളത്തരം പ്രവർത്തിക്കുന്ന ആളുമാണ് ഈ വ്യക്തി, നിങ്ങളുടെ പങ്കാളി. കുറച്ച് തരികടി കള്ളത്തരമൊക്കെ ഉണ്ട്. അതാണ് 7 സോർട്സ് പറയുന്നത് ചിലതൊക്കെ കള്ളമാണ്, കള്ളം പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ അറിയാത്ത ചില പരിപാടികളൊക്കെ ഉണ്ട്. അത് ഈ തേർഡ് പാർട്ടി ഒന്നും അല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ അറിയാതെ എന്തൊക്കെയോ
ചിലപ്പോൾ ലഹരി ഉപയോഗിക്കാതിരിക്കുക, ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ പോവുകയായിരിക്കുക. ആൺകുട്ടികളാണെങ്കിൽ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല, നിങ്ങൾ വിലക്കുന്നുണ്ടാവും, അവരുടെ കൂടെ കൂട്ടുകൂടണ്ട, മദ്യപിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ചീത്ത സ്വഭാവമുള്ള ആളാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ നിയന്ത്രിക്കും നമ്മളുടെ പങ്കാളിയെ. അപ്പൊ അതുപോലെയുള്ള കൺട്രോൾ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് കള്ളങ്ങൾ പറയുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്കിടയിൽ കള്ളം പറയുന്ന മറ്റൊരാളുണ്ടാവാനും സാധ്യതയുണ്ട്. മറഞ്ഞു നിന്ന് ആരാധിക്കുന്ന, പ്രണയിക്കുന്ന, സ്പൈ ചെയ്യുന്ന ഒരാളുണ്ട് എന്നാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ 7 എന്ന നമ്പർ 2 തവണയാണ് വന്നിരിക്കുന്നത് അല്ലെ. 7 എന്ന് പറഞ്ഞ കാളിയനാണ്, അല്ലെങ്കിൽ കാർക്കോടകനാണ്, പെസഡോൺ ആണ്, വിഷമാണ്, സർപ്പമാണ്. ഇത് കുറെ കാര്യങ്ങളെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളോട് ഫിസിക്കൽ താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കലായി ബന്ധമുള്ളവരായിരിക്കാം. ഇനി നിങ്ങൾക്കൊരു മാറ്റം അത്യാവശ്യമാണ് എന്ന് പറയുന്നതാണ് പെസഡോൺ. നിങ്ങൾ രൂപാന്തരം പ്രാപിച്ചേ പറ്റൂ. നിങ്ങൾ ഇപ്പൊ പോകുന്ന ഈ കലഹമോ, ഈ കള്ളത്തരങ്ങളോ, ഈ സ്പൈ ചെയ്യുന്ന സ്വഭാവമോ, നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായി കൈകടത്തുന്ന മറ്റുള്ളവരുണ്ടെങ്കിലോ അതൊക്കെ മാറ്റം വരണം. നിങ്ങൾക്ക് രൂപാന്തരം പ്രാപിക്കണം. നിങ്ങൾ സ്നേഹത്തിലേക്ക് വരണം. ഇവിടെ ആത്മാക്കളുടെ ബന്ധമാണ്. നിങ്ങൾ കള്ളത്തരം പറയുന്നുണ്ടെങ്കിലും, നിങ്ങൾ കലഹിക്കുന്നുണ്ടെങ്കിലും, എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആത്മീയമാണ്, നിഗൂഢമാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ പോലും അറിയാതെ ഏതോ ജന്മത്തിലൊക്കെ നിങ്ങൾ ഒന്നായവരാണ്. നിങ്ങൾ പിരിയാൻ പറ്റാത്തവരാണ്. ഒരുപക്ഷെ ടിൻ ഫ്ലെയിം തന്നെ ആയിരിക്കാം. ഒരു ശരീരത്തിന്റെ മറ്റേ പാതി, അല്ലെങ്കിൽ ഒരാത്മാവിന്റെ മറ്റേ പാതി ആയിരിക്കാം. അതുപോലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ നിഗൂഢം എന്ന വാക്ക് വരുന്നത് അല്ലെ. ആത്മീയവുമാണ്. രണ്ടുപേരും ആത്മാക്കളെ ഒന്നായവരാണ് മുജ്ജന്മങ്ങളിൽ. അതുകൊണ്ട് തന്നെ ബന്ധം ഏതായാലും നിങ്ങൾക്ക് പിരിയാനൊന്നും പറ്റില്ല. കള്ളത്തരം കാണിക്കുന്നുണ്ട്, കടമുണ്ട്, 2 ജാതി 2 മതമോ ആണ്, പല പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിലുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഒന്നാവേണ്ടവരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഡെത്തായിട്ട് റീബർത്ത് ഉണ്ടായവരാണ്, അത് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ അറിയാത്ത നിഗൂഢമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ നടന്നതാണ് നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത്. നിങ്ങളുടെ പങ്കാളി നിങ്ങള് ഈ ജന്മത്ത് മാത്രം കണ്ടുമുട്ടിയവരല്ല. അതാണ് ഇന്ന് ഡെത്ത് തരുന്ന സന്ദേശം. റീബർത്ത് ഉണ്ടായതാണ്. ഇനി ടവർ വന്നിട്ടുണ്ട്, എൻഡാവും ചെയ്യും. ചില ആളുകൾക്കാണ് മുന്നോട്ട് പോകാൻ പറ്റൂ, ചില ആളുകളുടെ എൻഡാവും. എല്ലാവരും ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു പോകും എന്ന് പറയുന്നില്ല. കാർമിക് ബന്ധങ്ങളും ഉണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. നെഗറ്റീവായ ആളുകൾ നിൽക്കുന്നുണ്ടല്ലോ, പെസഡോൺ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു സമയം വരുമ്പോൾ എൻഡാവുന്ന ബന്ധങ്ങൾ കാണുന്നുണ്ട്. സോൾമേറ്റ് ടിൻ ഫ്ലെയിമും വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ തരം ബന്ധങ്ങളെയും ഇവിടെ കാണിക്കുന്നുണ്ട്. ചിലത് എൻഡാവേണ്ടതാണ്, ചിലത് തുടർന്ന് പോകേണ്ടതാണ്, ചിലത് ഒരിക്കലും ഒന്നാവാൻ കഴിയാത്തതാണ്. ടിൻ ഫ്ലെയിം ആണെങ്കിൽ പലതരം പരീക്ഷണങ്ങൾ ഉണ്ടാവും. തേർഡ് പാർട്ടി ഉണ്ടാവും ഇടയിൽ. നിങ്ങൾക്ക് ഒന്നാവാൻ പറ്റില്ല. നിങ്ങൾ ഒന്നാവണമെന്ന് വിചാരിക്കുമ്പോൾ ഒക്കെ തടസ്സങ്ങൾ കൊണ്ടുവന്നിടും. എന്നാൽ നിങ്ങൾക്ക് അത്രയും ഫീലിംഗ് ആയിരിക്കും, അത്രയും സ്നേഹം കൂടുകയുള്ളൂ. അതുപോലെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോണ്ടി വരും ടിൻ ഫ്ലെയിം ആയ. ഇനി വന്നിരിക്കുന്ന 4 വാണ്ടാണ്. 4 വാണ്ട് എന്ന് പറഞ്ഞാൽ തരികട കാണിക്കുന്നുണ്ട്. 7 സോഡ്സ് എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നുണ്ട്. ഇനി അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ഋഷഭമാണ്. അപ്പൊ പുരുഷന്റെ എനർജിയാണ് ഇവിടെ ആദ്യത്തെ 4 കാർഡിൽ വന്നിരിക്കുന്നത്. കുറച്ച് വാശിക്കാരനാണ്, കാണാൻ സൗന്ദര്യമുള്ള ആളാണ്, ധാരാളം കള്ളം പറയുന്ന ആളാണ്, അഹങ്കാരിയാണ്. നിങ്ങളെ എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കും, നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളെ വേണ്ട എന്ന രൂപത്തിൽ പെരുമാറും. ഡെവിൾ എനർജി നിൽക്കും. ചില സമയത്തൊക്കെ ചെറിയ രീതിയിലെങ്കിലും മദ്യപിക്കുന്ന, പുകവലിക്കുന്ന സ്വഭാവം ഉണ്ടാവും. അപ്പൊ അത് അഡിക്റ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ചെറിയതായിട്ടൊക്കെ ഉണ്ടാവും. എന്നാൽ ഈ വ്യക്തി നിങ്ങൾക്ക് വരുതിയിൽ വരുന്ന ആളല്ല, മെരുങ്ങാത്ത ആളാണ്. അവിടെ ലിയോ വന്നു, സിംഹം. അപ്പൊ ഋഷഭമുണ്ട്, ലിയോ ഉണ്ട്, പെസഡോൺ ഉണ്ട്, ഹേഡിസ് ഉണ്ട്. ഇവരൊക്കെ ഒതുങ്ങാത്ത പുരുഷ എനർജികളാണ്. അപ്പൊ ഇവിടെ സ്ത്രീകൾ ഇത്തിരി പാവങ്ങളും പുരുഷന്മാരിത്തിരി വഴങ്ങാത്തവരുമാണ്. അത് വേണം. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ കുറച്ച് തണ്ടുള്ളതൊക്കെ നല്ലതാണ്. നിങ്ങളെ പരീക്ഷിക്കുമെങ്കിലും നിങ്ങളുടെ ബന്ധം ആത്മാക്കളുടെ ബന്ധമാണ്. അത് എൻഡാവേണ്ടത് ചിലതുണ്ട്, തുടർന്ന് പോകേണ്ടത് ചിലതുണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ട് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയാത്ത ചിലതുണ്ട്. അപ്പൊ ഇതിലേതാണ് നിങ്ങളുടേന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ആള് കുറച്ച് തണ്ടുള്ള ആളാണ്, കുറച്ച് പരീക്ഷിക്കുന്ന ആളാണ്, കുറച്ച് വേദനിപ്പിക്കുന്ന ആളാണ്, കുറച്ച് അകന്ന് നിൽക്കുന്ന ആളാണ്, കുറച്ച് സ്പൈ ചെയ്യുന്ന ആളാണ്, കുറച്ച് വഴങ്ങാത്ത ആളുമാണ്. അതാണ് ലിയോയിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. സ്ട്രെങ്ത്, വഴങ്ങില്ല, മെരുങ്ങില്ല, വന്യമായ സ്വഭാവം എന്നാണ് പറയുന്നത്. വന്യമായ സ്വഭാവമൊക്കെ ആണോ നിങ്ങളുടെ പങ്കാളിക്ക്? ഇനി വന്നിരിക്കുന്നു ഡെത്ത് കാർഡ്. റീബർത്ത് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ചില ദുസ്വഭാവങ്ങൾ ഉപേക്ഷിക്കാനാണ് ഇവിടെ പറയുന്നത്.
നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലുമൊക്കെ ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാനാണ് ഡെത്ത് കാർഡ് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കട്ടോ. വഴക്കിടുന്ന സ്വഭാവം, അനാവശ്യമായി സംശയിക്കുന്ന സ്വഭാവം, എന്ത് ദുസ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് എങ്കിലും അവർക്കുള്ളത് എങ്കിലും അത് കളഞ്ഞേ പറ്റൂ. എന്നാലാണ് ബന്ധം നന്നായിട്ട് പോകൂ എന്ന് പറയുന്ന കാർഡാണ് റീബർത്ത് വന്ന ഡെത്ത് പറയുന്നത്. അപ്പൊ നിങ്ങൾ പുനർജനിച്ചതാണ് എന്ന് പറയുന്നുണ്ട്, കാർമിക് ബന്ധമാണ് എന്ന് പറയുന്നുണ്ട്, എൻഡാവും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അഡിക്റ്റ് ആവണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചിലരുടെ ബന്ധം ദീർഘമായിട്ട് പോവില്ല കേട്ടോ, എൻഡാവേണ്ട ബന്ധങ്ങൾ തന്നെയാണ്. അതാണ് ഡെത്ത് കാർഡും ടവറും കൂടി പറയുന്നത്. ആകാശഗോപുരങ്ങൾ തകർന്നു വീഴുക അല്ലെങ്കിൽ കത്തിച്ചാമ്പലാവുക, അതിവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ വന്നതിന് വിപരീതമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചില കാരണങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. 2 ജാതിയോ 2 മതമോ ആയിരിക്കാം, വീട്ടുകാരെ സമ്മതിക്കാത്തതാവാം, സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകളാവാം, ഒരുപാട് കടമുള്ള പങ്കാളിയാവാം, ജോലി ഇല്ലാത്ത പങ്കാളിയാവാം, ഇനി ജാതി കൊണ്ട് 2 ആവാം. ഇവിടെ സവർണരും അവർണരും വന്നിട്ടുണ്ട്, ആര്യ ദ്രാവിഡം. ഇനി വന്നിരിക്കുന്നു 2 കപ്പ്. തുടക്കത്തിൽ തന്നെ ഉണ്ടാവുന്ന ഒരു ബന്ധത്തിനെ കാണിക്കുന്നുണ്ട്, സോൾമേറ്റിനെ കാണിക്കുന്നുണ്ട്, വിവാഹിതരെ കാണിക്കുന്നുണ്ട്, പുരുഷന്മാരെക്കാൾ മുതിർന്ന ലേഡികളെ കാണിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കലഹിക്കുന്നവരെ കാണിക്കുന്നുണ്ട്, കുട്ടികളെ പോലെ പെരുമാറുന്നവരെ കാണിക്കുന്നുണ്ട്, നിഷ്കളങ്കമായി പെരുമാറുന്നവരെ. ഇതിലേതാണ് നിങ്ങൾ? എൻഡാവേണ്ടി വരും എന്ന് ചില കാർഡുകൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടേത് കുട്ടികളെ പോലുള്ള പ്രണയമാണ്, ഡീപ്പ് ലവ് ആണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. സാഹചര്യം അനുസരിച്ചാണ് നിങ്ങളുടെ പ്രണയം മുന്നോട്ട് പോകൂ, അതും പറയാതിരിക്കാൻ പറ്റില്ല. വീട്ടുകാരെ എതിർക്കുകയാണ്, അതിൽ നിങ്ങൾ തളർന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ സ്നേഹം സത്യസന്ധമാണ്, മുജ്ജന്മ ബന്ധമാണ്, അത് ഉറപ്പിച്ച് പറയാം. ഇനി വന്നിരിക്കുന്നു ടവർ. എൻഡായ ബന്ധത്തിനെയാണ് കാണിക്കുന്നത്, എരിഞ്ഞടങ്ങിയ സ്വപ്നങ്ങളെയാണ് കാണിക്കുന്നത്, ഇപ്പൊ എൻഡായതുപോലെയാണ് കാണിക്കുന്നത്. എന്നാൽ ഡെത്തും ടവറും തരുന്ന മറ്റൊരു സന്ദേശം നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാവും എന്നാണ്. മിണ്ടാതിരിക്കുകയാണ് നിങ്ങളുടെ പങ്കാളി, ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുകയാണെങ്കിൽ അവരെ അധികം വൈകാതെ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ടവർ മാത്രമല്ല, ഏസ് ഓഫ് വാർഡും അതാണ് പറയുന്നത്. അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, കുറച്ച് അഹങ്കാരമുണ്ട്, കള്ളത്തരമുണ്ട്, മെരുങ്ങാത്ത സ്വഭാവമുണ്ട്. അത് അവർക്ക് ആവണമെന്നില്ല, അവരുടെ വീട്ടുകാരും ആവാം. വഴങ്ങാത്ത സ്വഭാവമുള്ള ലിയോ, നിങ്ങളെ എല്ലാ തരത്തിലും ഇഷ്ടമാണ് അവർക്ക് എന്ന് ഞാൻ 5 ആണ്ടിൽ നിന്ന് തുടങ്ങി ഇതുവരെയും പറഞ്ഞു അല്ലെ, 2 കപ്പിൽ വരെയും പറഞ്ഞു. എന്നാൽ ടവർ വന്നിരിക്കുന്ന ചാമ്പലായ മോഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്, എൻഡായ ബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത്, റീയൂണിയന് വേണ്ടി കാത്തിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അത് നടക്കും എന്നുകൂടി ടവറും പറയുന്നുണ്ട്, ഡെത്ത് കാർഡും പറയുന്നുണ്ട്. ആരസ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ എന്തോ ചെറിയ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. തമ്മത്തല്ലിന്റെ ദേവനാണ്, വഴക്കിന്റെ ദേവനാണ്. എന്നാലും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അവരെ എൻഡാക്കുമ്പോൾ നിങ്ങളിങ്ങനെ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളാണ് എൻഡാക്കുന്നത് എങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, അത് ഉറപ്പാണ്. ഫീലിങ്സ് അറിയുന്നുണ്ട്, നിങ്ങൾക്ക് വിഷമമായ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്, പല സൈനുകളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഇത് മുന്നോട്ട് പോകും എന്ന് പറയുന്നില്ല. ഇന്നത്തെ റീഡിങ്ങിൽ അതാ വന്നിരിക്കുന്നത്. എൻഡാവുന്ന ബന്ധങ്ങളെ കുറിച്ച് കാണിക്കുന്നുണ്ട്. ഡെത്തായിട്ട് റീബർത്ത് ഉണ്ടായവരാണ് എങ്കിലും കാർമിക്കാണ് എന്ന് പറയുന്നത്. ഒരു സമയമാവുമ്പോൾ എൻഡാവുന്ന ബന്ധങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. പരീക്ഷണങ്ങൾ ധാരാളമുള്ള ബന്ധങ്ങളും വന്നിട്ടുണ്ട്. സ്നേഹം പങ്കുവെക്കാൻ പറ്റാത്തവര്, അതാണ് ടിൻ ഫ്ലെയിം ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ സോൾമേറ്റ് വന്നു, ടിൻ ഫ്ലെയിം വന്നു, കാർമിക് വന്നു. ഇതൊക്കെ ഒരാളുടെ കാര്യമായിരിക്കാം പറയുന്നുണ്ടാവുക, ഒരുപാട് പേരല്ലേ കാണുന്നുണ്ടാവുക. അപ്പൊ നിങ്ങളുടെ ഇതിൽ ഏത് ബന്ധമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കണ്ടുമുട്ടാൻ തീരുമാനിക്കുമ്പോൾ ഒക്കെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുക, നിങ്ങൾക്ക് കണ്ടുമുട്ടാനേ കഴിയാതിരിക്കുക, സംസാരിക്കാൻ വിലക്കുകൾ ഉണ്ടാവുക, അങ്ങനെ നിങ്ങളെ അടുപ്പിക്കാതെ അകറ്റിക്കൊണ്ടേയിരിക്കുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ അതിൻ്റെ 1000 ഇരട്ടിയിൽ നിങ്ങൾ മനസ്സുകൾ തമ്മിൽ അടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ടിൻ ഫ്ലെയിം ജേണിയാണ്. ഇനി സോൾ കണക്ഷൻ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒന്നാവാൻ കഴിയാതെ 2 കുടുംബത്തിലായി പോയിട്ടുണ്ടാവും, മറ്റൊരാൾ പങ്കാളിയായിട്ടുണ്ടാവും. അതാണ് സോൾമേറ്റ്. അല്ലെങ്കിൽ വിവാഹം കഴിക്കാനേ പറ്റില്ല, നിത്യകാമുകൻ അല്ലെങ്കിൽ കാമുകിയായിരിക്കാം. ഇനി കാർമിക് ആണെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവും, ഭാര്യയും ഭർത്താവും ആയിട്ടുണ്ടാവും, വഴക്കുകൾ ഉണ്ടാവും, സ്നേഹം പങ്കുവെക്കുന്നില്ലായിരിക്കും. ഇതൊക്കെ കാർമിക്കായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിലേതാണ് നിങ്ങളുടെ ബന്ധം എന്ന് നിങ്ങൾക്കറിയാം. ഇനി വിവാഹം കഴിക്കാൻ പറ്റാതെ പ്രണയിക്കുക, എൻഡാവുക, അതൊക്കെ കാർമിക്കിലാണ് പോയിട്ട് കേട്ടോ, കർമ്മ ഫലം. അപ്പൊ എന്താണ് നിങ്ങളുടെ ഈ ബന്ധത്തിന്റെ പൊരുൾ എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്.
ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, മറഞ്ഞിരുന്ന് പ്രണയിക്കുന്ന ഒരാളുണ്ട്. അവരുടെ പ്രണയം ദിവ്യമാണ്. ഇത്ര നേരം പറഞ്ഞത് പോസിറ്റീവ് മെസ്സേജുകളാണ്. ഇനി നെഗറ്റീവ് മെസ്സേജുകളും ഉണ്ട് ഇത്രയും കാർഡുകൾക്ക്. അതുകൂടി പറഞ്ഞ ശേഷം നമുക്ക് ഇന്നത്തെ റീഡിങ് അടുത്ത മെസ്സേജുകളിലേക്ക് പോവാം. ആദ്യം 5 ആണ്ടാണ്. നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരാൾ മത്സരിക്കാനുണ്ട്, അവർക്കൊരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് പറയുന്ന കാർഡാണ് 5 ആണ്ട്. നിങ്ങളോട് ആ കാര്യം മറച്ചു വെക്കുന്നുണ്ട്, കള്ളത്തരം പറയുന്നുണ്ട്, നിങ്ങളെ നന്നായിട്ട് പറ്റിക്കുന്നുണ്ട്, മുന്നിൽ നിന്ന് ചിരിച്ച് അപ്പുറത്ത് പോയി മിഥ്യാധാരണകൾ ഉണ്ടാക്കി കള്ളത്തരം കാണിക്കുന്നുണ്ട് എന്നാണ് 7 സോഡ്സ് പറയുന്നത്. ഡ്രാമ കളിക്കുന്നു എന്നാണ് 4 വാണ്ട് പറയുന്നത്. ഇരട്ട മുഖമാണ്, 2 പേരോടൊപ്പം ഒരേ സമയം ഫിസിക്കൽ റിലേഷനും പ്രണയവും ഉണ്ട് എന്നാണ് എരഫന്റ് പറയുന്നത്. ഇനി സ്ട്രെങ്ത് പറയുന്നത് വന്യമായ സ്വഭാവമാണ്, നിങ്ങൾക്ക് ഒരിക്കലും അവരെ നേർവഴിക്ക് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി 7 പെൻഡക്കൾ പറയുന്നത് നിങ്ങളുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തുകയോ നിങ്ങളിൽ നിന്ന് സാമ്പത്തികമായി എന്തൊക്കെ ഈടാക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാണ്. ഇനി വന്നിരിക്കുന്നത് ഡെത്ത് കാർഡാണ്. ഈ വ്യക്തിക്ക് നിങ്ങളോട് അത്രയ്ക്ക് മാനസികമായ അടുപ്പമില്ല എന്നും ഏത് നിമിഷം വേണമെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോവാം എന്നുമാണ് ഡെത്ത് കാർഡ് പറയുന്നത്. 2 കപ്പ് പറയുന്നത് ഈ വ്യക്തി നിങ്ങളോട് ഒരേ സമയം കള്ളം പറയുകയും മറ്റൊരാളുമായി പ്രണയത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നാണ് 2 കപ്പ് പറയുന്നത്. വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി ടവർ പറയുന്നു നിങ്ങളെ എൻഡാക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഏത് നിമിഷം വേണമെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് തേർഡ് പാർട്ടിയിലേക്ക് പോവാം എന്നാണ്. ഇനി വന്നിരിക്കുന്ന ഏസ് ഓഫ് വാണ്ടാണ്. നിങ്ങൾക്കിടയിൽ വലിയൊരു പുകമറയുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ്. ഇനി വന്നിരിക്കുന്നത് നൈറ്റ് കപ്പാണ്. ഇത് പറയുന്നു നിങ്ങളുടേത് ഒരു 1 വേ ലവ് ആണ് എന്ന്. ഇരട്ട മുഖമുള്ള ഈ വ്യക്തി മറ്റൊരാളെ ഗാഠമായിട്ട് പ്രണയിക്കുന്നുണ്ട്, നിങ്ങളോട് കാണിക്കുന്നത് ചിലപ്പോൾ അഭിനയമായിരിക്കാം എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്നാണ് നെഗറ്റീവ് മെസ്സേജായിട്ട് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ ഇതിൽ ഏത് വകുപ്പിലാണ് നിങ്ങൾ പെടുന്നത് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. രണ്ടും ഞാൻ പറഞ്ഞു, രണ്ടും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടേത് ഏത് തരം പ്രണയമാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. കേട്ടോ, ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റാത്ത കണ്ണനും രാധയും സോൾമേറ്റ് വന്നു. പ്രതീക്ഷ കൊണ്ട് കാത്തിരിക്കുന്ന ഒരു പങ്കാളിയെ ഇവിടെ കാണുന്നുണ്ട്. ഓർമ്മകളിൽ ഇരിക്കുന്ന രാധയും വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മെസ്സേജായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റിപ്പീറ്റായി വന്നിട്ടുള്ള അക്ഷരങ്ങൾ ടി വന്നു, എസും വന്നു. ഇനി അടുത്ത കാർഡുകൾ എടുക്കുമ്പോൾ നമുക്ക് പറയാം. ഇനി ഹെൽത്ത് കരിയർ ഇതിലേക്ക് പോവാം. ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്ന കരൾ രോഗം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അനീമിക് ആണെന്ന് പറയുന്നുണ്ട്, ബ്ലഡ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്, മഞ്ഞപ്പിത്തം പറയുന്നുണ്ട് കേട്ടോ. കുടൽ രോഗങ്ങൾ, ദഹനക്കേട് പറയുന്നുണ്ട്, നാഡീ സംബന്ധമായ അസുഖങ്ങൾ പറയുന്നുണ്ട്, ഫുഡ് അലർജി, ത്വക്ക് രോഗങ്ങൾ. അപ്പം ഇവിടെ വിഷം വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷത്തിനെ ഒന്ന് സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. ഏത് ജീവികളാണെങ്കിലും വിഷമാണ്, കടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മരണം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരു മരണം കേൾക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഹെൽത്ത് ഇഷ്യൂവും അതിനോടനുബന്ധമായ കാര്യങ്ങൾ പറയാനുള്ള. ഇനി നമുക്ക് ജോലിയിലേക്ക് പോവാം. പോലീസ്, പട്ടാളം, IT മേഖല, ജിം ട്രെയിനർ, ഹോട്ടല്, ഭൂമി സംബന്ധമായ ഇടപാടുകൾ, ഗതാഗതം, ബാങ്ക്, ഇതൊക്കെയാണ് ജോലിയായിട്ട് വന്നിരിക്കുന്നത്. മെഡിക്കൽ രംഗം, പൊതുവായ കാര്യങ്ങൾ, വിവാഹ നിശ്ചയം, വിവാഹം പറയുന്നുണ്ട് കേട്ടോ. കല്യാണ ആലോചന വന്നാൽ നടക്കുമെന്ന് പറയുന്നുണ്ട്. കുറച്ച് കടമൊക്കെ കൂടിയ ആളുകളൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, പേയ്മെൻ്റ് ഉണ്ട്. ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജ് നോക്കാം. തിരിച്ചു കിട്ടാത്ത പ്രണയമാണ്, കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അല്ലേ. വെരി സൂൺ, വളരെ പെട്ടെന്ന് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. അവർ നല്ല ആളാണ് എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി ഒരു ദൈവാനുഗ്രഹമുള്ളവരാണ്, അട്രാക്ഷൻ ഉണ്ട്, കൺട്രോൾ ഇഷ്യൂ ഉണ്ട്. അപ്പം 2 കുടുംബത്തിലിരിക്കുന്നവരാണെങ്കിൽ കൺട്രോൾ ഇഷ്യൂ ഉണ്ടാവും അല്ലേ. ഇനി വീട്ടുകാർ തന്നെയാണോ കൺട്രോൾ ചെയ്യുന്നതെന്ന് അറിയില്ല. കാർമിക് ബന്ധങ്ങൾ കണ്ടതുകൊണ്ട് എൻഡാവുന്ന ബന്ധങ്ങളുമുണ്ട്. അപ്പം നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് കിട്ടും എന്ന് എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടെ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇവിടെ നിങ്ങളെ എതിർക്കാൻ വന്നിട്ടുള്ള ആ വിഷം നീങ്ങിപ്പോവാനാണ് നമ്മളിവിടെ ആദ്യം ആ മന്ത്രം ചൊല്ലിയത്. അതിൽ വിശ്വസിക്കുക,
കുറേ തടസ്സങ്ങളൊക്കെ മാറും എന്ന് വിചാരിക്കുക, പ്രാർത്ഥിക്കുക. അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ബാക്കി ദൈവമല്ലേ ബലം തരണ്ടേ. ഞാനിവിടെ മറ്റുള്ള നന്മയൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരാളാണ്, സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ആ ഒരു നന്മ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് നിങ്ങൾ അതേപടി സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സും കുറച്ച് നന്മ നിറഞ്ഞതാവണം. അപ്പോൾ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. അതാണ് പറയാനുള്ളത്. പ്രാർത്ഥിക്കുന്നവരെ മറ്റുള്ളവരെ പ്രാകാൻ പാടില്ല, ശപിക്കാൻ പാടില്ല എന്നൊക്കെ പറയൂട്ടോ. മന്ത്രങ്ങളുടെ ശക്തി കുറയുള്ളൂ. വേറൊരാളെ അവരങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രത്തിൻ്റെ പോസിറ്റീവ് എനർജി കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളെ നല്ല സന്തോഷത്തോടു കൂടി ശുഭചിന്തയോടുകൂടി വേണം മന്ത്രങ്ങളൊക്കെ കേൾക്കാനും. ജപിക്കുന്നവർ മാത്രം അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൂടി ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. അടുത്ത മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഐ മിസ് യു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്ന പങ്കാളിയാണ്. തേർഡ് പാർട്ടി ഉണ്ട് ചില ആളുകൾക്ക്, എല്ലാവരുടെ കാര്യമല്ല. ഐ ആം സോറി എന്നാണ് പറയുന്നത്. സുഹൃത്ത് മാത്രമാണ്, അല്ലാതെ കാമുകിയോ കാമുകനോ അല്ല. മാരേജ്, വിവാഹം നടക്കാൻ സാധ്യതയുള്ളവരും ഉണ്ട്. ചില ആളുകൾക്ക് ഭയങ്കരമായി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പല ആളുകളുടെ എനർജിയാണ് ഇവിടെ മെസ്സേജുകളിൽ വന്നിരിക്കുന്നത്. ചില ആളുകൾ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി പറയുന്നുണ്ട്. ഇനി കല്യാണം നടക്കാൻ വേണ്ടി അനുഗ്രഹമുള്ള ആൾക്കാരുണ്ട്, തേർഡ് പാർട്ടി ഉള്ള ആൾക്കാരുണ്ട്, ഇനി സുഹൃത്ത് മാത്രമായ ആൾക്കാരുമുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചില കമൻറ്റുകളിൽ കണ്ടു, ഞങ്ങളുടെ പങ്കാളി ഞങ്ങളെ വിളിക്കണം, എത്രയോ കാലമായി ഞങ്ങളിത് കാണാൻ തുടങ്ങിയിട്ടെന്നൊക്കെ കമൻറ്റ് കണ്ടു. ദയവായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഞാനിവിടെ മന്ത്രം ചെല്ലുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. നിങ്ങളുടെ മനസ്സ് ആദ്യം ഒന്ന് പോസിറ്റീവായിരിക്കണം, അതൊരു കാര്യം. രണ്ടാമത്, നിങ്ങൾ ഫേക്കായിട്ടുള്ള ഒരാളെയാണ് പിന്തുടരുന്നതെങ്കിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടാലും അവരെ നന്നാക്കാൻ നമുക്ക് കഴിയില്ല. നിങ്ങളുടെ പങ്കാളി സാഹചര്യങ്ങൾ കാരണം അകന്നവരാണ്, നല്ല സ്നേഹിക്കുന്നവരാണ്. നിങ്ങളുടെ ആ തടസ്സങ്ങളാണ് ഇവിടെ മാറുന്നത്. ഒരാളുടെ മനസ്സ്, കല്ലുപോലുള്ളൊരു മനസ്സ് മാറ്റിത്തരാമെന്ന് ഞാനിവിടെ പറയുന്നില്ല. അവർക്ക് നിങ്ങളെ വേണ്ട എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ അറിയണമായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളെ നെഗറ്റീവ് അടുപ്പിക്കുകയല്ല. ചില ആളുകൾ റിപ്പീറ്റായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ പങ്കാളി വരുന്നില്ല, ഞാൻ ഇത്ര വർഷമായി കാണാൻ തുടങ്ങിയിട്ട്, വരുമല്ലേ അല്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കുകയാണ്. ദയവായിട്ട് ഇതൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ മൊത്തത്തിലൊന്ന് പോസിറ്റീവ് എനർജി ആക്കി തരുന്നേ ഉള്ളൂ. ദൈവം വിചാരിച്ച കാര്യം മാറ്റാൻ എനിക്ക് കഴിവില്ല. നിങ്ങളുടെ പങ്കാളി ഭയങ്കര ഫേക്കായ ഒരാളാണെങ്കിൽ അയാളെ മാറ്റാനുള്ള കഴിവും എനിക്കില്ല. നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ തടസ്സമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നെഗറ്റീവായി ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബന്ധത്തിലൊരു കാരണമാവും നെഗറ്റീവായി ആ ബന്ധം മാറാൻ. അതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ നിങ്ങളുടെ പങ്കാളിയെ നേരാക്കി നിങ്ങളെ വിളിപ്പിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. അത് മനസ്സിലാക്കുക. ഒരു സാധാരണ ഒരു കാര്യത്തിന് നമ്മൾ എന്താണ് പരിഹാരം ചെയ്യുക, അതൊക്കെ ഞാനിവിടെ പറയുന്നുണ്ട്. ജാതകത്തിൽ ചൊവ്വാദോഷം, കൂട്ടുദശ, അങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങളൊക്കെ വരും. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ കല്യാണം പൊരുത്തമൊക്കെ നോക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് എന്താ സംഭവിക്കുകയെന്നറിയോ? ഒരാൾ മരണപ്പെട്ടു പോവുക, അല്ലെങ്കിൽ വിവാഹമോചനം നേടി എന്നേക്കുമായി അകലുക, ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വരും. അപ്പം അതുപോലെ യോഗമുള്ളവരാണ്. ഒരാളുടെ വിരഹമാണ് നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ അത് മാറ്റാനുള്ള കഴിവൊന്നും നമുക്കിവിടെ ഇല്ല. അതിനുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നില്ല. നമ്മൾ മൊത്തത്തിൽ വല്ലാതെ ടെൻഷൻ അടിക്കുന്നവരുടെ ടെൻഷനൊന്ന് കുറയ്ക്കുക. അത് ശുഭമായി മാറുകയാണെങ്കിൽ അതൊന്ന് മാറിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇത്രയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ താഴെ കമൻ്റ് ഇടൂ കേട്ടോ. ഇനി പറയാനുള്ളത്, നിങ്ങളുടെ മാത്രം കാര്യം അറിയണമെങ്കിൽ പ്രൈവറ്റ് റീഡിംഗ് എടുത്താൽ മതി. അതിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും അത് നിങ്ങളുടെ കാര്യമായിരിക്കും. അത് ഞാൻ പറഞ്ഞു തരും. അതിന് പൈസ ചിലവാക്കണം. ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയുള്ള മെസ്സേജ് കേട്ടിട്ട് താഴെ ഒരു കമൻ്റ് ഇട്ടതുകൊണ്ട് നിങ്ങളുടെ കാര്യമാവണമെന്നില്ല. അത് മനസ്സിലാക്കൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ പോവുകയാണ്. അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് ഇട്ടാൽ മതി. ഞാൻ ലൈവിൽ വന്നിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെറിയ ചില സംശയങ്ങൾക്കുള്ള മറുപടി തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓരോ കാർഡ് എടുത്തിട്ട് ഒരു കാർഡ് ഒരാൾക്ക് വേണ്ടി എടുക്കുക. അതിന് താഴെ നിങ്ങൾ എന്താണ് ചോദ്യമെങ്കിൽ അത് പറഞ്ഞാൽ ആ ചോദ്യത്തിനുള്ള ഒരു കാർഡ് എടുത്തിട്ട് അതിൻ്റെ ഉത്തരം തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പണച്ചെലവുമില്ല. അത്
നിങ്ങളുടെ ഒരു സംശയത്തിനെ ദൂരീകരിക്കുന്ന കാര്യമായിരിക്കും. അത് എസ് ആയാലും നോ ആയാലും നിങ്ങളോട് തുറന്ന് പറയുകയും ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുക്കുന്നുണ്ട്, അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടോ, നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്നൊക്കെ ഒന്ന് താഴെ കമൻ്റ് ഇടുക കേട്ടോ. ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിരിക്കുക, സമാധാനത്തോടു കൂടി ഇരിക്കുക. ഫേക്കായിട്ടുള്ള ഒരാളാണെങ്കിൽ ഫോളോ ചെയ്യുന്നത് നിർത്തുക. അതിനുവേണ്ടി മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക. അത് നിങ്ങൾക്ക് യോഗമില്ല എന്ന് മനസ്സിലാക്കുക. ദൈവം തരാത്ത ഒന്നിനെ ഒരു ടാരോ റീഡർക്ക് തരാൻ കഴിയില്ല, അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നിങ്ങളോട് പൊതുവായിട്ട് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക.